ഒന്നല്ല, പഴയ തന്നെ. നാട്ടുകാർ ചോദിക്കുന്നതിന് കണക്കായിട്ട് ഓള് കരഞ്ഞങ്ങ് വരും. അമ്മയാണെങ്കിൽ അതിനപ്പുറം. രണ്ടിനും ഇടയിൽ കിടന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നാട്ടുകാർക്ക് മിസ്റ്റേക്കാടാ. ഈനൊരു ചാർട്ടുണ്ട്, ഈ അത് കണ്ടില്ല? ചാർട്ടാ? എന്ത് ചാർട്ട്? എടാ, ഈ പെണ്ണുങ്ങൾക്ക് ഗർഭമാവുന്നതും ആവാത്തതുമായിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതിനൊരു ചാർട്ടും ഉണ്ട്. അതായത് അല്ല, ഇതിന്റെ അകത്ത് ആകെ 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ഫെബ്രുവരിയിലേ നടക്കൂ. എന്തിനാണ് സന്തോഷേ? അല്ല, ഇനി ഇങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ അടിപൊളി. ഗൾഫിൽ നമ്മള് ചെങ്ങായിയാണ് ഇത് കാണിച്ചു തന്നത്. ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ നാട്ടില്. പെട്ടെന്ന് പിടിക്കാൻ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ നെറ്റിന്ന് എടുത്തത് ദാ ഇതില് ചുവന്ന കളറിൽ കാണിക്കുന്ന കണ്ട ഈ ദിവസങ്ങളിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാ. ഈ ചോപ്പിൽ തന്നെ 14-ാമത്തെ ദിവസം കട്ടിച്ചോപ്പ് കാണിക്കുന്ന കണ്ട ഈ ദിവസം നഗല ഫുൾ സയൻസാ. ഇനി ആദ്യം ഓൾഡ് ഡേറ്റ് കൃത്യം ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. എന്നിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കിയാ മോനെ ഇന്റെ പ്രശ്നം സോൾവ്. അയ്യോ ശുക്രേ, എനക്കോ ഇക്കട്ടെ, ഗുണമുള്ള കാര്യമാണ്. നീ ആ ചാർട്ടില് പച്ചക്കളറിൽ കാണിക്കുന്നത് കണ്ട സേഫ് പീരീഡ് എന്ന് എഴുതിയിട്ടുണ്ടോ? ആ പീരീഡിൽ പിടിച്ച 3 ഇപ്പം വീട്ടിൽ തേരാപ്പല നടക്കുന്നത്. ഇപ്പോളായിട്ടുള്ളതും പച്ച. നീ റെയർ പീസലടാ. റെഡാറിട്ട് ശുക്രേ. ഈ ആ ചാട്ടൻ്റെ അയച്ചാട്ടെ, ഓക്കൊന്ന് കാണിച്ചു കൊടുക്കാലോ. സെന്റ് 18-2-20. ഈ ചാർട്ടിൽ പറയുന്ന പോലെയാണെങ്കിൽ 21-നാണ് ഡേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 4 ദിവസം കൂടി റിമൈൻഡറിലിടാം. ചിലപ്പോൾ മറന്നുപോയല്ല. അല്ലപ്പാ, എന്തെന്നും പറഞ്ഞിടും. നമുക്കേ കൺമണി നിട്ടാലോ? ആണോ? ഇത് മതി. അപ്പൊ അതുവരെ റെസ്റ്റ്. നകുലേട്ടാ, ഈ ചാർട്ടിൽ പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കോ? മോളെ ഫുൾ സയൻസാ. അതെ, ഇതിവിടെ ഇരിക്കട്ടെ, ഇല്ലെങ്കിലേ സയൻസ് തോക്കും. സയൻസ് തോക്കണം എനിക്കിഷ്ടമല്ല. അമ്മക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഏയ്, ഓവർ ആക്ടിങ് ആയതുകൊണ്ട് തീരെ അടിച്ചിട്ടുണ്ടാവില്ല. ആണോ? ലൈറ്റ് വാങ്ങട്ടെ? വേണോ? വേണം. നല്ലോണം പ്രാർത്ഥിക്കണേ. ഇതിനൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കുക? പിന്നെ പ്രാർത്ഥിക്കാണ്ട് എന്നാ പ്രാർത്ഥിച്ചേക്കാം. എന്റെ അയ്യപ്പ, അല്ലല്ലല്ല, എന്റെ കൃഷ്ണ, സോറി അയ്യപ്പ.
രാജമ്മേ എന്തേനു എന്തേനു കുറച്ച് ലഡുവാന്ന്. ലഡുവോ? ഞമ്മളെ റഫീഖിൻ്റെ ഒക്കെ വിശേഷാന്ന്. കാര്യം നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു മാസേ ആയിനുള്ളൂ. അല്ല കാത്ത്. രാജമ്മേ, ഞമ്മക്കറിയുന്നൊരു മുക്രിയുണ്ട്. ഓറോതിയ ചരട് കെട്ടിയാ വയറ്റിലുണ്ടാവും. അതെ. ആ ഞമ്മളെ പെങ്ങൾ ആയിഷന്റെ മോള് സുൽഫത്ത് ഓക്കെങ്ങനെ വയറ്റിലുണ്ടായിനി? ഓറോതിയ ചരട് കെട്ടിയിട്ടല്ലേ. ഓനോടും ഓളോടും പറ ഒരീസ അയാളെ പോയിട്ട് കാണാൻ. നീ വിഷമിക്കല്ലപ്പാ, ഞമ്മള് വരുന്നേ. ഹൈ, എന്തെന്നാ അത്? ലഡുവാ? ഫാത്തിമ എന്നാ റഫീഖിനൊക്കെ വിശേഷമായി. ഫാത്തിമയ്ക്ക് ഒരു മുക്രി അറിയാൻ പോലും. എന്തേനു, നിങ്ങൾക്ക് മതം മാറാൻ വല്ല പ്ലാൻ ഉണ്ടോ? അയാള് ചരടേപ്പിച്ചെന്നാ കുഞ്ഞിണ്ടാവുന്ന ഫാത്തിമ പറയുന്നത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആടുന്ന് ഇടുന്ന് കേട്ടാൽ ഇവിടെ നടത്താനായിട്ട്. അതല്ലടാ, നിനക്ക് ആ സുൽഫത്തിനെ അറിയില്ലേ, ആയിഷന്റെ മോള്? ഓക്ക് കുഞ്ഞിണ്ടായത് ഇയാള് ജപിച്ചു കൊടുത്ത ചരട് കെട്ടിട്ടാന്ന്. ആ മുക്കറിനെ സുൽഫത്തിന് ചരടി കൊടുത്തു. എന്ത് പറഞ്ഞാലും തർക്കത്തില് എന്താന്ന് വെച്ചാ ചെയ്. അമ്മേ അമ്മേ, ഇനി ചരടൊന്നും കെട്ടേണ്ടി വരില്ല കേട്ടാ. എൻ്റെ പീരീഡ്സ് എത്തിയിട്ട് 5 ദിവസമായി. എന്റെ കൃഷ്ണ, എല്ലാം നല്ല വിധത്തിലായ വെളിച്ചെണ്ണ കത്തിക്കാമേ. എടാ 5 ദിവസം കൊണ്ട് സംഗതി ഉറപ്പിക്കാൻ പറ്റില്ല. നീ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി. 5 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കൂ. ആണല്ലേ? ആ, ഈ ഗർഭവിഷയത്തിൽ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആയിക്കോളൂ. എന്തായാലും എന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വേണ്ട. ഇത് തന്നെ എങ്ങനെയല്ല ആയ മതി ഇപ്പൊ. എടാ, ആദ്യമൊക്കെ ആവോ എന്നുള്ള പേടിയാ ഉണ്ടാകുക. ഒന്നായി കഴിഞ്ഞാലല്ലോ പിന്നെ ആയി പോവോ എന്നുള്ള പേടിയാ ഉണ്ടാകുക. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല മോനെ. ഒരു രണ്ടാളും പറയുന്നത് 10 ദിവസം കഴിഞ്ഞാലേ ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഉറപ്പാണ്. എന്റെ വിളി തിരുവമ്പാടി കൃഷ്ണൻ കേട്ടിന്. നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയാ ഇപ്പൊ. കുറച്ച് സോളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കണ്ടാട്ടാ, അല്ലേ? അതന്നെ. അപ്പുറത്തെ വീട്ടിലെ സുലോചനരെ 2 പ്രാവശ്യം അലസിപ്പോയത് നേരാമണ്ണം നോക്കാഞ്ഞിട്ട്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഓളെന്തെങ്കിലും എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലാ? നീ പോയിക്കോ. മോളെ, നീ ഒന്നും ചെയ്യട്ടെ, ഞാൻ ചെയ്തോളാം. അയ്യോ അമ്മ, ഞാൻ ചെയ്തോളാം. വേണ്ട, ഈ സമയം നല്ലോണം റെസ്റ്റ് എടുക്കണം. പോയി കിടന്നോ, പോയി കിടന്നോ. മോളെ, ഒന്നും കഴിച്ചില്ലല്ലോ. നീ ഇത് കുടിക്കേ. അമ്മ ഇപ്പൊ വേണ്ടമ്മേ. ഇത് കുടിക്കേ, ക്ഷീണം ഉണ്ടാവും. എന്താ പറ്റി മോളെ? ഒന്നുമില്ലമ്മേ, ഞാൻ മൂത്രച്ചാന്ന്. എന്റെ കൃഷ്ണ, നല്ലോണം കിട്ടിയ കുഞ്ഞിനെ കൊണ്ട് അരിയിൽ എഴുതിക്കാവേ. എനിക്കെന്താ ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? എനിക്കിവിടെ ഒന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പറഞ്ഞോ.
എനിക്കൊന്ന് പീരീഡ്സ് ആയി